സ്പീഡ് കുറച്ച് ചവിട്ടി കിട്ടോ. നമുക്ക് എത്രയും വേഗം സ്ഥലത്തെത്തിയാൽ അത്രയും നല്ലത്. അല്ല, കുറച്ചു നേരമായി ആ പോലീസ് ജീപ്പ് പുറകെയുണ്ട്. അവന്മാരങ്ങ് വിട്ടേക്കാം, അല്ലെങ്കിൽ പണിയാ. ചേട്ടാ സ്പീഡ് കുറക്കില്ലേ, ചവിട്ടി വിട്. പോലീസിന് പിടികൊടുത്ത പണി കിട്ടും. പണി കിട്ടാനോ? അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അവർക്ക് പിടികൊടുക്കരുത്. പിടികൊടുത്താൽ നമ്മൾ കുടുങ്ങിയത് തന്നെ. ആദിൽ സാർ എന്തൊക്കെയാ പറയുന്നേ? ആ പോലീസ് ജീപ്പ് നമ്മളെ ലക്ഷ്യം വെച്ച് തന്നെയാണോ വരുന്നത്? ആയിരിക്കും, ആരോ ഒറ്റിയിട്ടുണ്ട്. ഒന്ന് വേഗം പോ. ഈ ബാഗിനകത്ത് ഗോൾഡാ, ഒന്ന് രക്ഷിക്കണം പ്ലീസ്. പോലീസിന് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടാലും CCTV ദൃശ്യങ്ങൾ നോക്കി അവർ വണ്ടി കണ്ടുപിടിക്കും. അതോടെ ഞാൻ തൂങ്ങും. ചേട്ടൻ ഒന്ന് പെട്ടെന്ന് വിട്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ചേട്ടൻ ചോദിക്കുന്ന പണം തരാം. എന്തു വന്നാലും പോലീസിന് പിടികൊടുക്കരുത്. പെട്ടെന്ന് കിട്ടോ. എന്തു പറ്റി ചേട്ടാ? എന്താന്നറിയില്ല, വണ്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സർ, ഞാനല്ല അയാളെ. അയ്യോ, സർ, ഞാൻ പറയട്ടെ. അവനിങ്ങ് കൊണ്ടോടോ. ഇറങ്ങി വാടാ. പാടോ. എടോ, ഈ വണ്ടി മൊത്തം ചെക്ക്. സാറേ, ഓൺലൈനായിട്ട് ഓടുന്ന വണ്ടി ഇത്. ഇതിൽ കയറിയ ആളാരാന്ന് എനിക്ക് അറിയുകൂടിയില്ല. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാണ് സർ. പിന്നെ എന്തിനാണോ താൻ പോലീസിനെ കണ്ടപ്പോൾ സ്പീഡ് കൂട്ടിയത്? സാറേ, ഞാനത് കുറയ്ക്കാൻ വേണ്ടി കൂട്ടിയതാ. വണ്ടിയിൽ സ്വർണം കൊണ്ടുപോകണമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മനഃപൂർവ്വം സ്പീഡ് കൂട്ടി വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ഒന്നൊന്ന് വരുത്തി തീർത്ത് സൈഡാക്കുമായിരുന്നു. സർ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. സാറിന് എന്നെ നേരത്തെ അറിയാവുന്നതല്ലേ? സർ, ഞാൻ ഒരാളെ വിളിക്കാനാ. ആ സീറ്റിനടിയിലും കൂടെ നോക്കാം. അത്യാവശ്യം ഇവൻ ആരെയും വിളിക്കാൻ ഫോൺ വേണമെന്ന്. ആരെ വിളിക്കാനാണോ? സാറേ, ഞാൻ ഇങ്ങനെ ഒരു കുറിക്കപ്പെട്ട കാര്യം വേണ്ടപ്പെട്ട ആരെങ്കിലും ഒന്ന് വിളിച്ച് അറിയിക്കണ്ടേ സർ? തന്റെ ഫോൺ എന്തായാലും തരാൻ പറ്റില്ല. സ്റ്റേഷനിലെ ഫോണില് ആരെങ്കിലും ഒരാളെ വിളിക്കാം. എന്തായാലും സാർ, ഒന്നും കാണുന്നില്ല. ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. പറയുന്നൊന്ന് സർ, പറയുന്നൊന്ന് വിശ്വസിക്കുക സർ. ദാ പാലാറ്റുന്നുണ്ടേ. പാല് കുടിക്കോ? എടാ, പാല് കുടിക്കോ നീ? ചീരു, കടയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ചേച്ചി ഉടനെ ഇങ്ങോട്ട് വരില്ലേ? വരും. എടാ, നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ ചീരു? ഇല്ലില്ല. മോൻ എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് മാത്രം മറക്കാതെ വാങ്ങിയാ മതി. അത് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് വാങ്ങിക്കോളാം.
അല്ല കൂട്ടിക്കൊണ്ടുപോകാൻ അവര് വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ആ അത് കുഴപ്പമില്ല, അവര് വരുമായിരിക്കും. ആ ആ ദാസങ്ങളാ. ആ ആ ആ ഹലോ പാല് അങ്കിളെ. കുടിക്കാം. ആ മോളെ, നീ റെഡിയായോ? ആ ഞാൻ റെഡിയായി നിൽക്കുവാ അങ്കിളെ. അതെ, ഞാൻ വിളിക്കാൻ കുറച്ച് താമസിച്ചു പോയി. ഇന്ന് രജിസ്ട്രേഷൻ നടക്കില്ല, അത് നമുക്ക് നാളത്തേക്കാക്കാം. എന്താ എന്തു പറ്റി? വേറൊരു അത്യാവശ്യം വന്നു. ഇപ്പോ ഞാനും ഇന്ദ്രനും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ശരി അങ്കിൾ, നാളെ എപ്പോഴാ വരണ്ടേന്ന് പറഞ്ഞാ മതി. ശരി, ഞാൻ വിളിച്ചു പറയാം മോളെ. പിന്നെ ഒരു കാര്യമുണ്ട്, മോളത് അണ്ണനോട് പറയണ്ട. നമ്മുടെ രഘുവിന്റെ വണ്ടിയില് ഏതോ സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള ആരോ കയറിയെന്ന് മറ്റോ പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വണ്ടിയും രഘു എല്ലാം കൂടെ പോലീസ് സ്റ്റേഷനിലാ. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോവാ. അയ്യോ, എന്താ ഉണ്ടായേ? കൃത്യമായിട്ടൊന്നും അറിയില്ല. എന്താണ് ശരിക്ക് സംഭവിച്ചെന്ന് രഘുവിനെ കണ്ടാലേ അറിയൂ. വിവരം അറിഞ്ഞാൽ ഉടനെ മോളെ ഞാൻ വിളിക്കാം. ശരി അങ്കിളെ. രജിസ്ട്രേഷൻ നാളെ ആക്കാന്ന് പറഞ്ഞപ്പോ അനു എന്ത് പറഞ്ഞു അങ്ങളെ? നാളെ എപ്പോ വേണമെന്ന് അറിയിച്ചാൽ അവള് വരാന്ന് പറഞ്ഞു. പാവം റെഡിയായി നിൽക്കായിരുന്നു. നമ്മൾ വിളിച്ചു പറയാൻ ലേറ്റ് ആയില്ലേ? ആരാ അവനെ വിളിക്കുന്നത്? അമ്പിളി ഈ വിളിക്കുന്നത് അവന്റെ ഭാര്യയാണെന്നാ തോന്നുന്നത്. സാറേ, എന്റെ ഫോൺ റിങ് ചെയ്യുന്ന. സാറേ, ആ ഫോണും തരുമോ? കുറച്ച് നേരമായിട്ട് കോൾ വന്നോണ്ടിരിക്കുക. കോൾ ഒന്ന് കിടക്കട്ടെ. അതിനാ ഫോൺ വാങ്ങി വെച്ചത്. ഏതൊക്കെ മാഫിയ നിന്നെ വിളിക്കുന്നതെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. സാർ, അത് മാഫിയൊന്നും അല്ല, അമ്പിളിയാ. അമ്പിളിയോ? ആ, എന്റെ ഭാര്യ. അതിൽ പേര് കാണും. സാർ, എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതാവും. ആ, ഇനി വിളിക്കുമ്പോൾ നോക്കാം. ചേട്ടാ വെച്ചേക്ക്. ആ